രാവിലത്തെ പരിപാടി തുടങ്ങിയാലോ. ഇന്ന് രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് വെള്ളയപ്പവും കടലക്കറി. അപ്പൊ ഞാൻ കടലയെല്ലാം ഇന്നലെ കുതിർത്ത് വെച്ചിട്ടുണ്ട്. ഇനി അത് നമുക്ക് റെഡിയാക്കാം. അപ്പൊ ഇതാ കടലൊക്കെ ഞാൻ കഴുകി റെഡിയാക്കിയിട്ടുണ്ട്. ഇനി ഇതൊരു കുക്കറിലിട്ടിട്ട് കുറച്ച് ഉപ്പും കുറച്ച് മഞ്ഞൾപ്പൊടി ഇട്ടിട്ട് നമുക്കൊന്ന് വേവിച്ചെടുക്കാം. ഇതാ കുറച്ച് ഉപ്പിട്ടിട്ടുണ്ട്. ഇനി കുറച്ച് മഞ്ഞൾപ്പൊടി. കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് ഇത് നമുക്കൊന്ന് വേവിച്ചെടുക്കാം. കടലയിലേക്ക് വേണ്ട ഉള്ളിയും തക്കാളിയും പച്ചമുളകെല്ലാം അരിഞ്ഞു വെച്ചിട്ടുണ്ട്. കടല വേവുന്നുണ്ട്. ഇനി നമുക്ക് ഇഞ്ചിയും വെളുത്തുള്ളിയും ചതച്ചിട്ടെടുക്കാം. അങ്ങനെ ഇഞ്ചിയും പച്ചമുളകെല്ലാം ചതച്ചെടുത്തിട്ടുണ്ട്. ഇനി കുറച്ച് തേങ്ങ ചിരകട്ടെ. അപ്പൊ ഞാൻ കടലയിലേക്ക് വേണ്ട തേങ്ങ ചിരകിയിട്ട് മിക്സിയിലൊന്ന് അടിച്ചെടുക്കാം. ഞാനൊരു പാൻ അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. അതിൽ കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച്, അപ്പോൾ വെളിച്ചെണ്ണ ചൂടായി. ഇനി ഇതിലേക്ക് നമുക്ക് കടുകിടാം. അപ്പോൾ കടുകെല്ലാം പൊട്ടി. ഇനി കുറച്ച് വറ്റൽമുളക്, പിന്നെ കുറച്ച് കറിവേപ്പില, ഇതിലേക്ക് ഇഞ്ചിയും വെളുത്തുള്ളിയും ചതച്ചെടുക്കാം. ഇഞ്ചിയും വെളുത്തുള്ളിയും ചതച്ചെടുത്ത് ഇനി ഉള്ളി, തക്കാളി, പച്ചമുളക് ഇത് നല്ലോണം വഴറ്റിയെടുക്കട്ടെ. ഉള്ളിയും തക്കാളിയും എല്ലാം നല്ലോണം വാടിയിട്ടുണ്ട്. നമുക്കിതിലേക്ക് മസാല ചേർക്കാം. അപ്പോൾ കുറച്ച് മല്ലിപ്പൊടി, കുറച്ച് മുളക് പൊടി, പിന്നെ മഞ്ഞൾപ്പൊടി, പിന്നെ ചിക്കൻ മസാല, ഗരം മസാല, കുരുമുളക്. അപ്പം ഇത് നല്ലോണം ഒന്ന് വഴറ്റുക. കുറച്ച് വെളിച്ചെണ്ണ വയ്ക്കുക. ഇനി ഇതിൽ കുറച്ച് ഉപ്പ് ഇടുക. മസാലകളെല്ലാം നല്ലോണം വഴറ്റിയെടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് അരച്ച തേങ്ങയും കുറച്ച് കടലയും ചേർത്തിട്ടാണ് ഇത് അരച്ചെടുത്തത്. അപ്പം ഇത് ഇതിലേക്ക് ഒഴിക്കാം. നല്ലോണം ഒന്ന് മിക്സ് ആക്കാം.
ഇനി ഇതിലേക്ക് നമുക്ക് വേവിച്ച് വെച്ച കടല ഒഴിക്കാം. അങ്ങനെ നമ്മളെ കടലയിട്ട് നല്ലോണം ഒന്ന് തിളച്ച് കുറച്ച് വെള്ളം ഒഴിച്ച് നമ്മളെ കടലക്ക കറി റെഡിയായി. നല്ലോണം ഒന്ന് തിളച്ച് കഴിഞ്ഞാൽ അപ്പോൾ ഉപ്പെല്ലാം ഉണ്ടോയെന്നൊന്ന് നോക്കാം. ഉപ്പെല്ലാം ഉണ്ട്. അപ്പം ഇതൊന്ന് തിളക്കട്ടെ. അപ്പം നമുക്കിനി അടുത്ത പരിപാടി വെള്ളയപ്പം ഉണ്ടാക്കാൻ. കൂട്ട് ഞാൻ ഇന്നലെ തന്നെ അരച്ച് റെഡിയാക്കി വെച്ചിട്ടുണ്ട്. ഇനി ഇത് നമുക്ക് ചുട്ടെടുക്കാം. അങ്ങനെ എൻ്റെ കറിയെല്ലാം നല്ലോണം തിളച്ച് നമുക്ക് അടുത്ത പരിപാടി വെള്ളയപ്പം ചുട്ടെടുക്കാം. അതിതാ ഞാൻ ചട്ടി വെച്ചിട്ടുണ്ട്, ചൂടായിട്ടുണ്ട്. ഇതിലേക്ക് നമുക്ക് അരച്ച മാവ് ഒഴിക്കാം. ഇങ്ങനെ ഒന്ന് ചുറ്റിച്ചെടുക്കാം. അങ്ങനെ എൻ്റെ കറി തിളച്ച് റെഡിയായി. ഇനി ഇത് നമുക്ക് ഓഫാക്കാം. അപ്പം അങ്ങനെ എൻ്റെ ഒരു വെള്ളയപ്പം റെഡിയായി. വെള്ളയപ്പവും കടലക്കറി അടിപൊളിയല്ലേ? ബാക്കി വെള്ളയപ്പെല്ലാം ഓരോന്നായി ചുട്ടെടുത്തിട്ട് വേഗം വരും. അങ്ങനെ എൻ്റെ വെള്ളയപ്പെല്ലാം ഇതാ ചുട്ട് തീർന്ന് ഇനി ലഞ്ച് ബോക്സിലാക്കി. ബാക്കി വിശേഷം. അപ്പോൾ ഇന്നൊരു വിശേഷമുണ്ട്. അത് സർപ്രൈസ്. അപ്പൊ ഇന്ന് ഒരു ആളെ ബർത്ത്ഡേ ഉണ്ട്. ആരാളെന്ന് ഞാൻ കാണിച്ചരേ. ബർത്ത്ഡേക്കാരൻ ഊഞ്ഞാലിൽ ആടുന്നു. നമുക്കിതാ കേക്കെല്ലാം വാങ്ങിയിട്ടുണ്ട്. ഇനി ഒരു കേക്ക് കട്ട് ചെയ്യണം. ഇതാ, ഓ ഹേമന്ത് കുമാർ എന്ന് പേരല്ലേ എഴുതിയിട്ട്. ഹാപ്പി ബർത്ത്ഡേ ഹേമന്ത് കുമാർ. ഹാപ്പി ബർത്ത്ഡേ ടു യു. ഹാപ്പി ബർത്ത്ഡേ ടു യു. ഹാപ്പി ബർത്ത്ഡേ ഡിയർ. അപ്പം അങ്ങനെ ബർത്ത്ഡേ പരിപാടികളെല്ലാം കഴിഞ്ഞ് ചെറിയ പരിപാടി മാത്രമേ ഉണ്ടായിട്ടുള്ളൂ. ഒരു കേക്ക് വാങ്ങി കട്ട് ചെയ്ത് അത്രമാത്രം. അപ്പം എല്ലാവരും എൻ്റെ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത്. അടുത്ത വീഡിയോ ആയിട്ട് നാളെ കാണാം. രണ്ട് ഷർട്ടാണ് കിട്ടിയിരിക്കുന്നത്.